ആ തമ്പനയിൽ കാണുന്ന അതേ വീട് അടുത്ത ഫ്രെയിമിലുള്ള പുതിയ വീട് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ എൽ ഷേപ്പിൽ നീളത്തിലുള്ള സ്റ്റെപ്പുള്ള വരാന്തയായിട്ട് ഉള്ളിലെ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഡോറിനെ എടുത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം രസമുള്ള ഒരു ഡ്രോയിങ് റൂം കിട്ടിയിട്ടുണ്ട് നമുക്ക്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റെയർ കേസ് കുറച്ചും കൂടി കുത്തനെയായിരുന്നു. ആ ലാൻഡിങ്ങിൻ്റെ ഹൈറ്റ് ഇത്രയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ബെഡ്റൂമിന് അറ്റാച്ച് ടോയ്ലറ്റ് ഒന്നും നോക്കാനായിട്ട് ഇത് പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ബെഡ്റൂമിന് അറ്റാച്ച് ടോയ്ലറ്റ് ആയിട്ട് സ്റ്റെയർ കേസിൻ്റെ ചോട്ടിലത്തെ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോളൊക്കെ കെട്ടിയിരിക്കുന്നത്. പ്ലാൻ വെച്ചുള്ള ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ട്. അപ്പുറത്തുണ്ടായിരുന്ന ചെറിയ ടോയ്ലറ്റ്സിനെയൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ ബെഡ്റൂമിനൊരു അറ്റാച്ച് ടോയ്ലറ്റ് എടുത്തത്. പണ്ടൊരു ചെറിയ കോറിഡോർ കഴിഞ്ഞിട്ട് ഒരു 2 കൊച്ചു മുറികളായിരുന്നു, മച്ചുള്ള മുറികളായിരുന്നു. ആ മച്ചൊക്കെ കൂടി എടുത്ത് കളഞ്ഞ് അവിടെ നമ്മൾ റൂഫ് സ്ലാബ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു ബീം, അവിടെ ഒരു പില്ലറ്, അവിടെ വേറൊരു പില്ലറ്, പിന്നെ അങ്ങോട്ട് വേറൊരു ബീം, അങ്ങനെയൊക്കെയുള്ള ആ കോംപ്ലിക്കേഷൻ. ഇപ്പം നമുക്ക് വലിയ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആയിട്ടാണ് ഇതിനെ ഫീൽ ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പൂജാ റൂമും, ആ പൂജാ റൂമിൻ്റെ മുന്നിലായിട്ട് കിഴക്ക് വശത്തേക്ക് തുറക്കണ ഒരു ഡോറും, ആ ഡോറിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറകിലായിട്ടൊരു വരാന്തയും, ആ പില്ലർ നമ്മൾ എടുത്ത് കളയും കേട്ടോ. ലിവിങ് റൂമിൽ നിന്ന് ശല്യമില്ലാതെ ഒരു നല്ല വാഷ് കൗണ്ടർ, അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു കോമൺ ടോയ്ലറ്റ്, അവിടെ വെളിച്ചത്തിന് വേണ്ടിയിട്ടൊരു ജനൽ, പഴയ ഒരു സ്റ്റോറും പിന്നെ ഉണ്ടായിരുന്ന ഒരു കിച്ചണും ഒരുമിച്ചാക്കിയിട്ട് നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ്. നോക്കി അവിടെ ഒരു ടോൾ യൂണിറ്റ്, അവിടെ കൗണ്ടർ, ഇങ്ങനെ യു ഷേപ്പിൽ നമ്മൾ കൗണ്ടർ സെറ്റ് ചെയ്യും. പഴയ ചിമ്മിനിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ സ്ലാബ് ഇട്ട്, ആ സ്ലാബിനകത്ത് കൂടെ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഇവിടെ പർഗോള കൊടുത്തു. അവിടെ ഒരു സ്മോക്ക്ലെസ് ചിമ്മിനി ഉണ്ടാക്കി. പഴയ സ്പേസും പുതിയ സ്പേസും എല്ലാം കൂടി ചേർന്നിട്ട് രസകരമായിട്ടുള്ള ചക്ക വെട്ടാവുന്ന തരത്തിലുള്ള ഒരു വർക്ക് ഏരിയ എടുത്തു. പഴയ സ്റ്റെയർ ഈസി ആയിട്ട് കയറാവുന്ന രീതിയിലാക്കി. ലാൻഡിങ്ങിൽ പുതിയ വിൻഡോ വെച്ച് നല്ല ലൈറ്റ് കൊണ്ടുവന്നു. പഴയ സ്റ്റെയർ റൂം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇവിടെ ഒരു ഓപ്പൺനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വോൾ കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ടാണ് അത് ഫീൽ ആവുന്നത്. ഈ ഡോറും പുതിയത് തന്നെയാണ്. ഇവിടെ ഒരു ബാൽക്കണിയും, ഇവിടെ പുതിയതായിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറും, അതൊക്കെ വെറുതെ ഒരു എലിവേഷൻ എലിമെൻ്റാണ് കേട്ടോ, സ്ട്രക്ചറൽ എലിമെൻ്റ് ഒന്നുമല്ല. കിച്ചൻ്റെ ചിമ്മിനിയുടെ മുകളിലുള്ള പർഗോളയാണിത്. ലിവിംഗ് റൂമിലേക്ക് എക്സ്ട്രാ ലൈറ്റ് കൊണ്ടുവരാനുള്ള പർഗോളയാണിത്. ഇങ്ങനെ കേരളത്തിലെല്ലായിടത്തും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള റിനോവേഷൻസും അതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് റിപ്പയർ കൊച്ചി ഉണ്ട്. നന്ദി. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്.